ഹായ് ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശബ്ദം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരെന്താണ്? അക്കോസ്റ്റിക്സ് എന്നാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് അക്കോസ്റ്റിക്സ് എന്നാണ്. ഇനി ശബ്ദം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കമ്പനമാണ്. വസ്തുക്കളിലുള്ള കമ്പനം കാരണമാണ് എന്തുണ്ടാകുന്നത്? ശബ്ദം ഉണ്ടാകുന്നത്. ഇനി എന്താണ് കമ്പനം? ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്. ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, മനുഷ്യരിൽ ശബ്ദമുണ്ടാകുന്നതിന് കാരണമായത് എന്താണ്? മനുഷ്യന് ശബ്ദമുണ്ടാകുന്നതിന് കാരണം മനുഷ്യരിലെ സ്വന തന്തുക്കളാണ്. അതായത് മനുഷ്യൻ്റെ ശബ്ദ സ്രോതസ് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വന തന്തുക്കളാണെന്ന് പറയാം. ഇനി നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ശ്രവണ സ്ഥിരത എന്ന പേരിലാണ്. അതായത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയും. അതായത് നാം കേൾക്കുന്ന ശബ്ദം കുറച്ച് സമയത്തേക്കെങ്കിലും അല്പസമയത്തേക്കെങ്കിലും നമ്മുടെ ചെവിയിൽ തന്നെ തങ്ങി നിൽക്കും. ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ശ്രവണ സ്ഥിരത. ഇനി എത്ര സമയത്തേക്കാണ് ശ്രവണ സ്ഥിരത, അല്ലെങ്കിൽ എത്ര സമയത്തേക്കാണ് ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുക എന്ന് ചോദിച്ചാൽ അത് 1/10 സെക്കൻഡ് ആണ്. അപ്പോൾ 1/10 സെക്കൻഡ് സമയത്തേക്ക് മാത്രമേ നമ്മുടെ ചെവിയിൽ ഒരു ശബ്ദം നിലനിൽക്കുകയുള്ളൂ. ഓക്കെ, സ്ഥിരമായി നിലനിൽക്കില്ല. ഒരു അല്പസമയം മാത്രമേ നമ്മൾ കേട്ട ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുകയുള്ളൂ. ആ ഒരു സമയമാണ് 1/10 സെക്കൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, വളരെ വ്യക്തമായി കേൾക്കുന്ന പ്രതിഫലിച്ച അല്ലെങ്കിൽ വളരെ വ്യക്തമായി കേൾക്കുന്ന പ്രതിഫലിച്ച ശബ്ദത്തെയാണ് നമ്മൾ പ്രതിധ്വനി, എക്കോ എന്ന് പറയുന്നത്. അല്ലേ, എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി എന്താണ്? വളരെ വ്യക്തമായി നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ പ്രതിഫലിച്ച വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തെയാണ് നമ്മൾ പ്രതിധ്വനി എന്ന് പറയുന്നത്. ഇനി ആദ്യ ശബ്ദം പുറപ്പെടുവിച്ച ശേഷം അതേ ശബ്ദം തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുക? പ്രതിധ്വനി എന്ന് പറയുക. അല്ലെ, പ്രതിധ്വനി അല്ലെങ്കിൽ പ്രതിഫലനം എന്നൊക്കെ പറയുന്നത്, എക്കോ എന്ന് പറയുന്നത്. ഇനി പ്രതിധ്വനി ഉണ്ടാകുന്നതിന് ആവശ്യമായ ദൂരപരിധിയുണ്ട്. എല്ലാ ദൂരത്ത് നിന്ന് നമുക്ക് സൗണ്ട് ഉണ്ടാക്കിയാലും നമുക്ക് എക്കോ കേൾക്കാൻ കഴിയുമോ? ഇല്ല, അതിനൊരു ദൂരപരിധി ഉണ്ട്. അത് എത്രയാണ്? 17 മീറ്റർ ആണ്. അതായത് 17 മീറ്റർ അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? പ്രതിധ്വനി കേൾക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അതായത് ശബ്ദ സ്രോതസ്സും അതേപോലെ പ്രതിധ്വനി കേൾക്കുന്ന വസ്തുവും തമ്മിൽ എന്തുണ്ടായിരിക്കണം? അല്ലെങ്കിൽ ശബ്ദം തട്ടുന്ന വസ്തുവും തമ്മിൽ എന്തുണ്ടായിരിക്കണം? 17 മീറ്റർ ദൂരമെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനത്തെയാണ് നമ്മൾ അനുരണനം എന്ന് പറയുന്നത്. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി അതൊരു ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനമായി മാറും. അവിടെ ഈ ഒരു പ്രതിഭാസം അനുരണനം എന്നറിയപ്പെടുന്നു. ഇവിടെ ഒരു മുഴക്കമായിട്ടാണ് നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുക, വ്യക്തമായി നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുക. കാരണം എന്താ? ആവർത്തിച്ച് ആ ശബ്ദത്തിൻ്റെ തീവ്രത കുറഞ്ഞു പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയില്ല, ഒരു മുഴക്കമായിട്ടേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. നമ്മളൊരു ഇടുങ്ങിയ റൂമിലൊക്കെ അകപ്പെട്ടാൽ നമ്മളൊരു സൗണ്ട് പുറപ്പെടുവിച്ചാൽ അതിങ്ങനെ ആവർത്തിച്ച് അതിൻ്റെ ആ ചുമരുകളിൽ തട്ടി അതെന്ത് ചെയ്യും? ഒരു മുഴക്കമായിട്ടാണ് പിന്നെ നമുക്ക് കേൾക്കുക. വ്യക്തമായി നമ്മൾ എന്താ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുരണനമാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. അപ്പോൾ എക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായി നമ്മൾ എന്താണ് പുറപ്പെടുവിച്ച ശബ്ദം അത് തന്നെ തിരിച്ച് നമുക്ക് കേൾക്കും. പക്ഷെ അനുരണനം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറപ്പെടുവിച്ച ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി അതിൻ്റെ എന്ത് കുറഞ്ഞിട്ടുണ്ടാകും? ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു മുഴക്കമായിട്ടാണ് കേൾക്കാൻ കഴിയുക. ഈ പ്രതിഭാസമാണ് അനുരണനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറക്കുന്നതിൻ്റെ കാരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് അനുനാദമാണ്. അനുനാദം എന്ന പ്രതിഭാസം കാരണമാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജനൽ കമ്പിക്ക് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഏതൊരു വസ്തുവിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഈ നാച്ചുറൽ ഫ്രീക്വൻസിയും മിന്നലിൻ്റെ ഫ്രീക്വൻസിയും തുല്യമാകുന്ന സമയത്താണ് ഈ അനുനാദം പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്, അതായത് ജനൽ കമ്പികൾ വിറകൊള്ളുന്നത്. ഇനി അടുത്തത്, ചാട്ടവർ വായുവിൽ ചുഴറ്റുമ്പോൾ ഒരു ശബ്ദമുണ്ടാകാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ചൂരൽ വടി അല്ലേ, വടികളൊക്കെ വായുവിൽ ഇങ്ങനെ ചുഴറ്റുമ്പോൾ ഒരു ശബ്ദമുണ്ടാകാറുണ്ട്. ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത് സോണിക് ബൂം എന്ന പേരിലാണ്. സോണിക് ബൂം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ശബ്ദ തരംഗങ്ങളാണ്. ശബ്ദ തരംഗങ്ങൾ ഏത് തരം തരംഗങ്ങളാണെന്ന് ചോദിച്ചാൽ അത് അനുദൈർഘ്യ തരംഗങ്ങൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്.
ഒരു മാധ്യമം ശബ്ദത്തിന് സഞ്ചരിക്കാൻ ആവശ്യമാണ്. ഒന്നുകിൽ വായു, ജലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം നമുക്ക് എന്ത് വേണം, ശബ്ദത്തിന് സഞ്ചരിക്കാൻ വേണം. ഇല്ലെങ്കിൽ നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശൂന്യാകാശത്ത് മാധ്യമം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വായു ഇല്ല, ഒരു മാധ്യമവും ഇല്ല. ശൂന്യാകാശത്ത് വായുവിൻ്റെ അഭാവം കാരണം നമുക്ക് കേൾക്കാൻ കഴിയില്ല, ശബ്ദം കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശൂന്യാകാശത്ത് സഞ്ചരിക്കുന്നവർ ഒരു റേഡിയോ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇനി അടുത്തത് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ അല്ലെങ്കിൽ dB എന്ന് പറയുന്നത്. നമ്മൾ അളവുകളും യൂണിറ്റുകളും എന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരെന്താണ്? ഡെസിബൽ എന്നാണ്. ഇനി നമ്മുടെ മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ്, 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. 20 ഹെഡ്സ് ടു 20K ഹെഡ്സ് വരെയാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ഇനി 20 ഹെഡ്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് എന്ന പേരിലാണ്. ഇൻഫ്രാസോണിക് സൗണ്ടാണ് 20 ഹെഡ്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ അറിയപ്പെടുന്നത്. ഇനി ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവികളാണ് ആന, തിമിംഗലം, ജിറാഫ് എന്നിവ. ആന, തിമിംഗലം, ജിറാഫ് എന്നിവയ്ക്ക് ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. ഇനി 20,000 ഹെഡ്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദതരംഗങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക് എന്ന പേരിലാണ്. അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവികളാണ് വവ്വാലും ഡോൾഫിനും. അപ്പോൾ അൾട്രാസോണിക് എന്ന് പറയുന്നത് 20,000 മുകളിൽ ഹെഡ്സുള്ള അല്ലെങ്കിൽ ആവൃത്തിയുള്ള ശബ്ദതരംഗങ്ങളാണ്. ഇനി 20 ഹെഡ്സിന് താഴെ ശബ്ദതരംഗം ആണ് ഏത്? ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഭൂകമ്പം, അഗ്നിപർവ്വതം, സ്ഫോടനം എന്നിവ ഉണ്ടാകുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏത് തരം ശബ്ദമാണെന്ന് ചോദിച്ചാൽ അത് ഇൻഫ്രാസോണിക് ആണ്. ഇൻഫ്രാസോണിക് സൗണ്ടാണ് ഈ സമയത്തൊക്കെ പുറപ്പെടുവിക്കുന്നത്. ഇനി ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും അതേപോലെ ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അൾട്രാ സൗണ്ടാണ്. ഓക്കെ, അൾട്രാസോണിക് സൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അൾട്രാസോണിക് സൗണ്ട് അല്ലെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്നത്. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് എക്കോ ലൊക്കേഷൻ എന്ന പേരിലാണ്. എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് ഇര പിടിക്കുന്ന ജീവി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് വവ്വാലാണ്. എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് ഇര പിടിക്കുന്ന ജീവിയാണ് വവ്വാൽ. അതായത് വവ്വാൽ തൻ്റെ ഇരയെ കണ്ടെത്തുന്നത് അതെന്ത് ചെയ്യും? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും വവ്വാൽ. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്ന എക്കോ കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്കോ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് തൻ്റെ ഇരയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശത്രുവാണോ തടസ്സമാണോ മുന്നിൽ ഉള്ളത് എന്ന് അത് തിരിച്ചറിയുന്നത്. അപ്പോൾ എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ഒരു ജീവിയാണ് അല്ലെങ്കിൽ എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് ഇര പിടിക്കുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് വവ്വാലാണ്. ഇനി അതേപോലെ തന്നെ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനും മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനും അതേപോലെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോണാറാണ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അൾട്രാസോണിക് സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ കടലിൻ്റെ ആഴം നിർണ്ണയിക്കുന്നതിനും അതേപോലെ മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം കണ്ടെത്തുന്നതിനും കടലിൻ്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ശേഖരിക്കുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത്. ഇനി സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അൾട്രാസോണിക് സൗണ്ടാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ശബ്ദം എന്ന ഭാഗത്ത് അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.